ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും അതുപോലെ ഹൈപ്പും കൂടെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവീനാണ്. അപ്പൊ നവീൻ കിടഞ്ഞ് ഉറഞ്ഞു തുള്ളാണ് കേട്ടോ നവീന്റെ അമ്മയോട്. എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? പ്ലീസ്, പെണ്ണ് കാണാൻ പോകുമ്പോ എന്നോടൊന്ന് പറയണ്ടേ, എന്റെ ഇഷ്ടമൊന്ന് നോക്കണ്ടേ? എനിക്ക് ആ പെങ്കുച്ചിനെ എന്റെ പെങ്ങളായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് സങ്കല്പങ്ങളുണ്ട്. അങ്ങനെ ഒരു പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഏത് പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചാലും അതിനെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടം അമ്മയെന്ന് പറഞ്ഞപ്പം, എടാ അത് നല്ല കുടുംബമല്ലേ, നീ ഒന്ന് ഓർത്ത് നോക്കിയേ. മൂർത്തീസ് ജ്വല്ലറി, അതും അനന്തമൂർത്തിയുടെ കൊച്ചുമകൾ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് കാണ്. ആ കുടുംബവും നമ്മളും തമ്മിൽ ഒന്നിക്കുന്നത് നല്ലതല്ലേ? ഈ വിവാഹം എന്ന് പറഞ്ഞ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്നതാ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നിക്കാൻ കിട്ടിയ ചാൻസ് മൂർത്തീസ്, അതായത് മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടുമായിട്ട് ഒന്നിക്കാൻ കിട്ടിയ ചാൻസ് എന്തിനാ നമ്മൾ ഒഴിവാക്കുന്നത്? ഇതുപോലെ ഒരു നല്ലൊരു ഇത് ഇനി കിട്ടിയെന്ന് വരില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ആ ജലജയുടെയും അഭിയുടെയും അതേ ഇത് തന്നെയാണ് ആ ആവന്തിക എന്ന് പറയുന്ന പെണ്ണും. പിന്നെ അവിടെ കൊണ്ട് തലവെച്ച് കൊടുക്കാൻ വേണ്ടി എനിക്ക് പറ്റത്തില്ല. അതൊക്കെ നിന്റെ തോന്നല. അവളിപ്പം പുറത്ത് സിംഗപ്പൂരിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ നല്ല കൊച്ചവള്. അവളുടെ പണ്ടത്തെ സ്വഭാവമൊന്നും അല്ല. ഇപ്പം അനന്തമൂർത്തിയുടെയും അവിടുത്തെ മുത്തശ്ശിയുടെയും ഒക്കെ നേതൃത്വത്തിലാ അവള് ജീവിക്കുന്നത്. അവര് പറയുന്നതാ അവള് കേൾക്കാറുള്ളൂ. അത് നീ മനസ്സിലാക്ക്. അല്ലാതെ പണ്ടത്തെ പോലത്തെ പെണ്ണല്ല ഇപ്പൊ അവൾ ഒരുപാട് മാറിപ്പോയി, വളർന്നു. അതൊക്കെ നീ മനസ്സിലാക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു ഒഴിവാക്കിക്കോണം, എങ്ങനെയെങ്കിലും ഈ ബന്ധം എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടോണം. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വരും സമയത്ത്. ലാസ്റ്റ് കല്യാണ സമയത്ത് ഞാൻ കാണത്തില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തോ. എടാ, ഞാൻ അനന്തമൂർത്തിയോട് എങ്ങനെ ചെന്ന് പറയുന്ന നരസിംഹം ചോദിക്കാണ്. പറയാം അതൊന്നും എനിക്കറിയില്ല, മുത്തച്ഛൻ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചോദിക്കാതെ ഏറ്റെടുത്ത് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ അവളെ പെങ്ങടെ സ്ഥാനത്താ കാണുന്നതെന്ന് ചെന്നങ്ങ് പറഞ്ഞാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോയി. നവീനാണെ പെരുത്ത് കയറുന്നുണ്ട്. നവീന്റെ മനസ്സ് നിറയെ നന്ദു ഉള്ളത്. ഇത്രയും നാളും നന്ദു 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 എന്നും പറഞ്ഞുകൊണ്ട് പാടി നടന്ന് നമ്മുടെ നവീനെ ഇനി പെട്ടെന്ന് ആവന്തികനെ പോയി കെട്ടാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഏതായാലും ആകെപ്പാടെ സങ്കടത്തിലാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ അനിയെ വിളിക്കുക. അനിയെ വിളിച്ചിട്ട് നവീൻ കാര്യം പറയാം. അപ്പം ഓഫീസിലാണ് നമ്മുടെ അനി ഉള്ളത്. അപ്പൊ നവീനെ വിളിക്കുകയാണ്. അപ്പൊ നവീൻ വിളിച്ചു, ഹലോ അനി, നീ എവിടെയാന്ന് ചോദിച്ചപ്പോ ഞാൻ ഓഫീസിലാണ്. ഞാൻ പിന്നെ എവിടെ പോകാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ അറിഞ്ഞായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? അതെ, ആ ആവന്തികയില്ലേ, ആവന്തികനെ പെണ്ണാലോചിച്ചു. ആർക്ക്? നിനക്ക് വേണ്ടിയോ? ആഹാ, അത് കൊള്ളാലോ, നല്ല കാര്യമല്ലേ. അപ്പൊ നമ്മൾ രണ്ടു കുടുംബവും കൂടി ഒന്നാകാൻ പോവുകയാണെങ്കിൽ അത് നല്ലതല്ലേ നവീനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ എന്റെ വായിന്ന് നല്ല ചൊറിഞ്ഞ വർത്താനം നീ കേൾക്കും. നിനക്കറിയത്തില്ലേടാ എനിക്ക് ആരെയാ ഇഷ്ടന്ന്. അതും ഞാന് എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നിനക്കറിയാലോ. ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുക അവളെ കൈവിടാതെ. അവളെ എനിക്ക് വിവാഹം കഴിച്ചാൽ മതി, അല്ലാതെ ആവന്തികനെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. ഓഹോ, അതാണോ കാര്യം? എടാ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കുടുംബത്തിലേക്ക് നീ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ? നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ വിവാഹം ഇഷ്ടമാണെങ്കിലും മുത്തച്ഛനൊക്കെ ഇഷ്ടമാണെങ്കിലും നിനക്കൊരു കാര്യം ചെയ്യത്തില്ലേ? ഇതിന് സമ്മതിക്കത്തില്ലേ? സമ്മതം മൂളത്തില്ലേ എന്ന് പറയുമ്പോൾ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ച് വിടാൻ നോക്ക്. ആവന്തികനെ കൊണ്ട് ഇതൊന്ന് മനസ്സ് മാറ്റിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞപ്പോ, ഞാൻ ശ്രമിക്കാടാ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. എനിക്ക് കിട്ടിയ ചാൻസ് അല്ലേ, അനി മുതലാക്കത്തില്ലേ? ഇതിൽ പരം വേറെ ചാൻസ് കിട്ടാനുണ്ടോ എനിക്ക്? അത് എന്ത് ചെയ്തു? അവന് നേരെ വിട്ടടിച്ച് ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് നേരെ പോവുകയാണ് അനന്തപുരി തറവാട്ടിലേക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ആവന്തിക മുറ്റത്തല്ല, ആ ഒരു ഉമ്മറത്ത് ഇങ്ങനെ ഫോണിലൊക്കെ കുത്തിക്കുറിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ അനി വന്നത്. അനി വന്നിട്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്ന ഏട്ടാ. അല്ല, ദേ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ MD ആയതിൽ പിന്നെ നിനക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് 2 ജിമിക്ക് കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് 2 ജിമിക്ക് കൊണ്ട് തന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും. എന്റെ അച്ഛൻ എനിക്ക് എത്ര ഡയമണ്ട് നെക്ലേസ് ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്, അതെല്ലാം ഞാൻ ലോക്കറിൽ വെച്ചിരിക്കുക. അപ്പോഴല്ലേ 2 ജിമിക്ക് കൊണ്ടുവന്നിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട്, അടിപൊളി ജിമിക്കാണല്ലോ അനിയേട്ടാ. അല്ല, നിന്റെ വിവാഹമൊക്കെ തീരുമാനിച്ചെന്ന് കേട്ടല്ലോ. അത് പിന്നെ നവീനേട്ടനുമായിട്ടാ. അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് നവീനേട്ടനെ ഇഷ്ടം തന്നെയാ. എന്നാ മുറുകെ പിടിച്ചോടി, വിടരുത് ഒരിക്കലും. കാരണം നവീനെ പോലെയുള്ള ഒരുത്തൻ നമ്മുടെ കുടുംബത്തില് കയറി വരുന്നത് നല്ലതാ. പ്രത്യേകിച്ച് നല്ലൊരു വക്കീലല്ലേ. പിന്നെ നമുക്ക് പുറത്ത് വക്കീലിനെ കാണാൻ പോകണ്ടല്ലോ. അതെ, അതുകൊണ്ട് മാത്രമല്ല അനിയേട്ടാ, എനിക്ക് നവീനെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളൊന്ന് തനിച്ച് സംസാരിക്കാൻ പോലും ആരും സമ്മതിച്ചില്ല.
അങ്ങനെയൊക്കെ സംസാരിക്കാൻ ടൈം കിട്ടിയെങ്കിൽ ഞാൻ ചോദിച്ചറിഞ്ഞേനെന്ന് പറഞ്ഞപ്പോൾ അവന് നിന്നെ ഇഷ്ടമായിരിക്കുന്നേ, നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് കുറവാ നിനക്കുള്ളത്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അവന് നിന്നെ ഇഷ്ടം തന്നെ, ഇഷ്ടമല്ലാതെ പെണ്ണ് കാണാൻ വേണ്ടി വരുമോ? അത് ഞാൻ കരുതി, ഏതായാലും വെളിയിൽ വെച്ച് എനിക്കൊന്ന് കാണണം നവീനേട്ടനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലല്ല ഇങ്ങനെ അനിയോട് പറയാണ്. എന്നിട്ട് അനി അകത്തേക്ക് കയറി പോയിട്ടോ. അനി നീ കൈവിടരുത്, ഇത് മുറുകെ പിടിച്ചോളെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാൻസ് അല്ലേ, ചാൻസ് കളയാൻ പറ്റുമോ? എനിക്ക് കിട്ടിയ ഫാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനിയും ആദർശും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ എലിസബത്ത് ആണ്. അപ്പൊ എലിസബത്ത് പുതിയ ഹോം നേഴ്സ് ആണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, ഹോം നേഴ്സ് ആണ്, എന്നെ നോക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ എന്റെ ഫുഡും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി തരാന്ന് ചേച്ചി പറഞ്ഞു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നല്ല ഫുഡല്ലേ ആദർശേട്ടാ എന്ന് പറഞ്ഞപ്പോ നല്ല ഫുഡൊക്കെ തന്നെ, ഏതായാലും ഫുഡൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാക്കട്ടെ, നമുക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കാലോ, ഏതായാലും നല്ലൊരു സ്ത്രീ തന്നെ അല്ലേന്ന് ചോദിച്ചപ്പോ അതെ അതെ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്ത്രീ തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമേ ഇല്ല, നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയുന്നൊക്കെ കേട്ട് നിപ്പുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം, ഇങ്ങനെ ഒരാളെ കിട്ടിയത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ, ഇങ്ങനെ ഒരാളെ കിട്ടിയത് നല്ല കാര്യമാണ്, കാരണം നിന്റെ ഈ ഒരു അവസ്ഥയിൽ നീ എല്ലാ കാര്യങ്ങളും ചെയ്യുക, നിന്റെ കാര്യങ്ങൾ നീ ചെയ്യുക, ദാമുവേട്ടൻ എല്ലാം ചെയ്യാനുണ്ടെങ്കിലും ഒരിക്കലും ഒരു സ്ത്രീ ഒരു വീട്ടിലുള്ളത് പോലെ ആവില്ലല്ലോ ദാമുവേട്ടനെ കൊണ്ട് നമുക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ കനകദുർഗനെയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട്. കനകദുർഗയാണെങ്കിൽ എനിക്കൊന്ന് വീട്ടിൽ പോകണം, നയനേനെയും ആദർശിനെയും ഒന്ന് കാണണം, അവിടെ ചെന്നിട്ട് നയനയും ആദർശിനെയും കണ്ടിട്ട് സംസാരിക്കണം, പിന്നെ അവിടെ ഒരാൾ വന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഹോം നേഴ്സ്, പുള്ളിക്കാരിനെ കുറിച്ച് അറിയണമല്ലോ, നല്ലതാണോ അതോ ഇനിയിപ്പം ഭാക്ഷാണത്തി കൃമിയാണോ എന്നൊക്കെ അറിയണമല്ലോ, അപ്പൊ ഒന്ന് പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെയൊക്കെ കാര്യമുണ്ടോ, ഒരു ആളെ ഹോം നേഴ്സ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എന്താ അവര് നോക്കാതെ എടുക്കാതെയൊക്കെ അല്ലല്ലോ, നീ എന്തിനാ വെറുതെ അവിടെ ചെന്നിട്ട് ഇനിയിപ്പം ആ സ്ത്രീ നല്ലതാണോ എന്നൊക്കെ തിരക്കാൻ പോകുന്നു, അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെന്നേ, അവള് പ്രഗ്നന്റ് അല്ലേ, മാത്രമല്ല ചുറ്റും ശത്രുക്കളാ, നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്താ എങ്ങനെ ഏതാന്നൊന്നും, എവിടെന്നാ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗോവിന്ദേട്ടാ, നമ്മുടെ മോളുടെ കാര്യല്ലേ, അതും ദേ ആറ്റ് നോറ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു കുഞ്ഞാ. പിന്നെ അറിയാലോ നവ്യോ അങ്ങനെയായി, നമ്മുടെ നയനമോളെ നല്ല രീതിയിൽ നോക്കുകയും അവളുടെ പ്രസവം എടുക്കുകയൊക്കെ ചെയ്യണം, അതിനിടയിൽ ഒരാപത്തും അവൾക്ക് ഉണ്ടാകാൻ പാടില്ല, അവളെ നല്ല രീതിയിൽ തന്നെ എനിക്ക് പരിചരിക്കണം, ഏതായാലും ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്, നമ്മുടെ നയനയും ആദർശം താമസിക്കുന്ന ഇടത്തേക്ക്. ഏതായാലും അവിടെ ചെന്നപ്പം വാതിലൊക്കെ തുറന്നിട്ടേക്ക് ഇവരിരുന്ന് ഫുഡ് കഴിക്കുകയാണല്ലോ, നയനയും ആദർശം ഇരുന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മുടെ കനകദുർഗ കയറി ചെന്നിട്ട്, ആഹാ ഇതെന്താ വാതില് തുറന്നിട്ടിരിക്കുന്നത്, ഒരു ഹോം നേഴ്സ് വന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഉത്തരവാദിത്വമില്ലാത്ത ഹോം നേഴ്സ് ആണോ നയനി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അയ്യോ അത് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പൊ വാതിൽ തുറന്നിട്ടെന്നോർത്ത് കുഴപ്പമില്ലല്ലോ അമ്മേ, ഓ എന്ത് കുഴപ്പമില്ല, ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, വാതിലൊക്കെ മെയിൻ ഡോറൊക്കെ അടച്ചിടണം, എന്നിട്ട് എന്ത് ചെയ്യാ അവള്, അത് പിന്നെ അടുക്കളയിലുണ്ട്, അവള് ഹോം നേഴ്സ് അല്ലേ, അവൾ എന്തിനാ അടുക്കള കയറ്റിയത്, അത് പിന്നെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പം പിന്നെ വേണ്ടാന്ന് വെച്ചില്ല, കയറി ഉണ്ടാക്കട്ടെ എന്ന് ഓർത്തു, നല്ല ഫുഡാമെന്ന് പറഞ്ഞപ്പോ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതിയോ നല്ല ഫുഡാണോ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ചങ്ങ് എടുത്ത് നാട്ടിൽ വെച്ചിട്ട്, അയ്യേ ഇത് എന്തൊരു കറി അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെ തിന്നാ മതിയോ, ദേ നയനെ ഇത് ശരിയല്ല കേട്ടോ, നീ മറ്റുള്ളവരെയൊക്കെ കണ്ടാലും നീ ഒരിക്കലും അവരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കാറില്ല, നമുക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയണം, ഈ കറിയൊക്കെ കൂട്ടി എങ്ങനെയാ ആദർശ് മോനെ നീ ചോറ് കഴിക്കുന്നത്, ഇത് കണ്ടിട്ട് തന്നെ അറപ്പാവോ എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന് പറഞ്ഞു, എന്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കുക, അടുക്കളയിൽ ആ ചേച്ചിയുണ്ട്, ആ ചേച്ചി കേൾക്കത്തില്ലേ, കേൾക്കട്ടെ, കേൾക്കുന്നത് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്, ഇതുപോലെ വൃത്തിയും എടുപ്പും ഇല്ലാത്തൊരു സ്ത്രീയെ പറഞ്ഞയക്കുന്നത് നല്ലത്, എന്തിനാ വെറുതെ, അതിനൊന്നും ആവശ്യമില്ല, എന്തിനാ ഒരു ഹോം നേഴ്സ്, ഞാൻ വേണേ ഇവിടെ വന്ന് നിൽക്കാറുന്നല്ലോ, അയ്യോ അമ്മ അതെങ്ങനെയാ അമ്മേ ശരിയാവുന്നത്, അച്ഛന് വയ്യാതിരിക്കുന്ന ഒരു സമയത്ത് അമ്മ വന്ന് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാവത്തില്ല അമ്മേ, ആര് പറഞ്ഞു ശരിയാവത്തില്ലെന്ന്, അതൊക്കെ ശരിയാകും, ഞാൻ ഇവിടെ വന്ന് നിന്നോളാം, ഗോവിന്ദേട്ടനെ നോക്കാൻ അവിടെ നമ്മുടെ റിലേറ്റീവിനെ വല്ലതും വിളിച്ചു നിർത്താം, റിലേറ്റീവ് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ നോക്കുന്ന പോലെ ആകുമോ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അമ്മേനെ വിളിക്കാത്തത്, ഇല്ലാതെ ഞാൻ അമ്മേനെ വിളിക്കായിരുന്നല്ലോ, അച്ഛൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് നല്ല കാര്യമില്ല, പിന്നെ പാതിരാത്രി കയറിയത് അന്തു വരുന്നത്, അവർക്ക് എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കി വിളമ്പി കൊടുക്കണ്ടേ, അത് പിന്നെ അതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റാക്കിക്കോളാം, നീ ഇവിടെ ഇങ്ങനെ ഈ ചുമ്മാ മറ്റുള്ളവരെ ഉണ്ടാക്കി തരുന്ന സാധനവും കഴിച്ച് ഒരു വൃത്തിയും എടുപ്പും ഇല്ലാതെ ഉണ്ടാക്കി തരുന്ന സാധനവും കഴിച്ചൊക്കെ വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല, വിശ്വസിക്കാൻ പോലും കൊല്ലത്തില്ല ഈ ഹോം നേഴ്സിനൊക്കെ, ഒന്നാമത് ചുറ്റിനും ശത്രുക്കളാന്ന് പറയുമ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കുക, അവിടെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുമെന്ന് പറഞ്ഞു, ഏതായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയി. ഈ സമയത്ത് ആദർശ് പറയുന്നത്, എന്താടി നിന്റെ അമ്മ ഈ കാണിക്കുന്നത്, അമ്മയ്ക്ക് ചെറിയ അസൂയയും കുശുമ്പൊക്കെ ഉണ്ടെന്നേ, അമ്മേനെ വിളിക്കാതെ ആ ചേച്ചീനെ വിളിച്ചതല്ലേ, അച്ഛന് വയ്യാത്തോണ്ടാണ് ഞാൻ അമ്മേനെ വിളിക്കാത്തത്, ഏതായാലും ഇത് കാര്യമൊന്നും ആക്കണ്ട, അല്ല നിന്റെ അമ്മ കുളവാക്കൂ ഇത് എനിക്കറിയത്തില്ല, ചിലപ്പോ അമ്മയുടെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും,
അവര് നമുക്കൊരു വിശ്വാസം കൊടുത്തില്ലെങ്കിൽ അവർ പോകുന്നല്ലേ ദാമോട്ടൻ പറഞ്ഞേക്കുന്നത്. ഏതായാലും നീ ഒന്ന് ശ്രദ്ധിക്കുക, അത് നല്ലതായിരിക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. ഏതായാലും കിച്ചണിൽ ഓരോ കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ എലിസബത്ത് നിൽക്കുമ്പോഴത്തേക്കും എടി നീ ഇവിടെ എന്ത് ചെയ്യും അടി എന്ന് വിളിച്ചോണ്ട് ഇങ്ങനെ ചെല്ലാണ് നമ്മുടെ കനകദുർഗ. അപ്പം എലിസബത്ത് ചോദിച്ചു, എടിയോ? അതെന്താ നിങ്ങൾ ഇനി എടീന്ന് വിളിക്കുന്നത്? ഞാൻ എന്താ എടീന്ന് വിളിച്ചാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, ഞാൻ ഇവിടുത്തെ നയനമോളുടെ അമ്മയാ. ഓ, നയനമോളുടെ അമ്മയൊക്കെ ആയിരിക്കാം, ഞാൻ അതിനുള്ള ബഹുമാനമൊക്കെ തരാം. പക്ഷെ ഇങ്ങോട്ടും ആ ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. ഈ വാടി ബോഡി എടി എന്നൊന്നും വിളിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ, നിന്നെ എടി വാടി ബോഡി എന്നല്ലാതെ പിന്നെ ഞാൻ എന്താടി നിന്നെ മടിയിലെടുത്തിട്ട് പേരിട്ടിട്ട് ഞാൻ നിന്നെ വിളിക്കണമെന്ന് ചോദിച്ചപ്പം, അല്ല ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? നീ എന്താടിയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കറിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ലല്ലോ. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണല്ലോ ആദർശും നയനയും പറഞ്ഞത്. ഓഹോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവരെ അങ്ങനെയൊക്കെ പറയും. കാരണം അവർക്ക് അങ്ങനെ നല്ലത് കണ്ടാൽ നല്ലതെന്നും ചീത്ത കണ്ടാൽ ചീത്തയാന്നും പറയാൻ അറിയത്തില്ലടി. നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അവരങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ ചീത്ത കണ്ടാ ചീത്തയാന്ന് പറയും. അത് വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലാത്ത സാധനം ആ മേശപ്പുറത്തൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന് വന്നിട്ട്, എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതെ ചേച്ചി ക്ഷമിക്കണം കേട്ടോ, അമ്മ ഇങ്ങനെയാണേ പണ്ട് മുതലേ. അമ്മ എങ്ങനെയാണെങ്കിലും എന്നോട് പെരുമാറുമ്പോ ഇച്ചിരി ഡീസന്റ് ആയിട്ട് പെരുമാറണം. എന്നെ ഈ എടി വാടി ബോഡി എന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നയനമോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അമ്മ എന്തിനാ അങ്ങനെ വിളിച്ചത്? അത് പിന്നെ എനിക്ക് ഇവളുടെ പേരറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്കും കനകദുർഗ ചോദിച്ചാലും, നിന്റെ പേരെന്താ? എന്റെ പേര് എലിസബത്ത്. എന്നാ ഞാൻ ഇനി മുതൽ എലി എലി എന്ന് വിളിക്കാം. അപ്പൊ നീ എലി, നിന്റെ വീട് എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ദേ എലിസബത്ത് എന്ന് എനിക്കൊരു പേരുണ്ട്, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഓ, എലിസബത്ത് എന്ന് പേരുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ പേരിന്റെ പകുതിയൊക്കെ വിളിക്കുന്നത് നീ കേട്ടിട്ടില്ലേ? അതുപോലെ എലി, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന, അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടണം നമ്മുടെ കനകദുർഗയ്ക്ക് സത്യം പറഞ്ഞ അസൂയയും കുശുമ്പൊക്കെയാണ്. മകളെ നോക്കാനായിട്ട് വരാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. നമ്മുടെ നയനയെ നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമൊക്കെ ആണല്ലോ. ഈ ഒരു സമയത്ത് നമ്മുടെ കനകേനെ വിളിക്കാതെ വേറൊരാളെ വിളിച്ചപ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം, ഒരു സങ്കടം, അപ്പൊ ആ ഒരു കുശുമ്പ് ഒക്കെയാണ് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ എലിസബത്തിനെ അവിടെ നിന്ന് ഓടിക്കണം. അപ്പൊ അതിനുവേണ്ടി മാത്രമല്ല, നമ്മുടെ കനകയ്ക്ക് ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ. ജെനുവിൻ ആണോ എന്നൊന്നും അറിയില്ലല്ലോ ഈ വന്ന ഓപ്പോസിറ്റ് വന്ന, അതായത് എലിസബത്ത് ജെനുവിൻ ആണോ, അത് ഇനി ആരെങ്കിലും മനഃപൂർവ്വം നമ്മുടെ നയനയും ആദർശനും കൊടുക്കാൻ വിട്ടതാണോ എന്നൊന്നും അറിയില്ലല്ലോ. ഒത്തിരി ശത്രുക്കൾ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് പരീക്ഷിക്കണം. അപ്പൊ അതിനുവേണ്ടി എന്താണോ ചെയ്യുന്നത്, നമ്മുടെ എലിസബത്ത് കാണാൻ വേണ്ടി, അത് എലിസബത്ത് കാണുമ്പോൾ എടുക്കോ ഇല്ലയോ എന്ന് അറിയണം, കള്ളിയാണോ ഇല്ലയോ എന്നൊക്കെ അറിയണം. അതിന് അവിടെ ഒരു ചെറിയൊരു കമ്മൽ പീസ് ഇടുക, കമ്മൽ കിച്ചണിൽ ഇട്ടിട്ട് അത് കയ്യിൽ കിട്ടുവാണെങ്കിൽ നല്ലൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തിരിച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അതിനുവേണ്ടിയാണ് ഇടുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു കമ്മൽ പീസ് അവിടെ കൊണ്ടിട്ടു. കമ്മൽ പീസ് അവിടെ കൊണ്ടിട്ടിട്ട് നമ്മുടെ കനക ഇങ്ങനെ മാറി നിൽക്കുക, അത് എടുക്കുവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും കനകയ്ക്ക് നല്ലൊരു കുശുമ്പും കുന്നായ്മയും ഒക്കെ കയറി വരുന്നുണ്ട്. സ്വന്തം മകളെ നോക്കാത്തതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് കയറി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും എലിസബത്തിനെ അവിടെ നിന്ന് നീക്കി മാറ്റിയിട്ട് വേണം അവിടെ നമ്മുടെ കനകയ്ക്ക് സ്ഥാനം ഉറപ്പിക്കാനായിട്ട്. അപ്പൊ അതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഒരു അമ്മയുടെ ഒരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദു നവീനെ വിളിക്കുന്ന ഒരു സീനും ഉണ്ട് കേട്ടോ. അത് മിസ്സായി പോയി, ഇതിന്റെ ഇടയ്ക്കുള്ളത് ഞാൻ ഇപ്പൊ കയറ്റി പറയുവാണേ. നമ്മുടെ നന്ദു വിളിച്ചിട്ട് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ്. ഏതായാലും നല്ലൊരു ബന്ധമാണ്, വിടരുത് കൈവിടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നവീൻ പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല നന്ദു, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ കുടുംബം അങ്ങനെയൊന്നും നോക്കുമല്ല, പെൺകുട്ടീനെ നോക്കുക ഞാൻ ചെയ്യുന്നത്, എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ എന്റെ പെങ്ങളായിട്ട് ആ ഒരു രീതിയിലെ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നന്ദു നിർബന്ധിക്കുന്നുണ്ട്, നല്ലൊരു ബന്ധമല്ലേ, എന്തിനാ മാറ്റി വിടുന്നത് എന്ന്. അപ്പൊ അതിനോട് എനിക്ക് താല്പര്യമില്ല, നീ ഇങ്ങനെ പറയുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല, നീ ഇങ്ങനെ പറയരുത് എന്ന് നന്ദുവിനോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നന്ദുവിന് അറിയത്തില്ലല്ലോ നന്ദുവിനെയാണ് നവീൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെണ്ണെന്ന്. അപ്പൊ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്കൊരു സ്നേഹം ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, ഒരു പെണ്ണുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പെണ്ണ്, ആ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ, വേറൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റത്തില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പാത്തൊളിച്ചിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പൊ ടാറ്റ, ബൈ ബൈ.